ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീ മാത്സ്. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ CBSE സിലബസ്, അതായത് കോർഡിനേറ്റ് ജിയോമെട്രി ഫസ്റ്റ് പാർട്ട് ഞാൻ ക്ലാസ് എടുത്തായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ്. കോർഡിനേറ്റ് ജിയോമെട്രിയിൽ കുറേ ഫോർമുലാസൊക്കെ പഠിക്കാനുണ്ട്. ആ ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ടാക്കിയാൽ നമുക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നല്ല കോൺസെൻട്രേഷനിൽ ഫോർമുലാസ് ഡെയിലി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ നല്ലതുപോലെ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. ഫോർമുലാസ് ബൈ ഹാർട്ടാക്കുക, നല്ല കോൺസെൻട്രേഷനോടുകൂടി പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കോർഡിനേറ്റ് ജിയോമെട്രി പാർട്ട് 1 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് 10ാം ക്ലാസ്സിലെ CBSE സിലബസ്. നല്ല ശ്രദ്ധയോടുകൂടി ഫോർമുലാസ് എല്ലാം എഴുതി പഠിക്കണം. ചാർട്ട് പേപ്പറിൽ തയ്യാറാക്കി എഴുതി പഠിച്ച ദിവസവും അത് എഴുതി നോക്കുക. അപ്പോൾ ബൈ ഹാർട്ടാവുന്നതാണ്. എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ആ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് പഠിക്കാം. ഫസ്റ്റ് ഫോർമുല ഡിസ്റ്റൻസ് ഫോർമുല. ഇഫ് a x1 y1 and b x2 y2 are the endpoints of a line segment AB, then the distance between the points. Distance formula. Distance between the points A and B, that is AB, is equal to root of x2 minus x1 the whole square plus y2 minus y1 the whole square. x2 minus x1 the whole square plus y2 minus y1 the whole square. Then if a x1 y1 and b x2 y2 are the endpoints of a line segment AB, then the distance between the 2 points A and B, that is distance AB, equal to square root of x2 minus x1 the whole square plus y2 minus y1 the whole square. And for example, if A -1 2 and B 1 3 are the points, then find the distance by using distance formula. That is AB equal to root of ഇത് x1 y1, ഇത് x2 y2, x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസിൻ്റെ ഹോൾ സ്ക്വയർ, that is 1 minus -1 the whole square plus root of 3 minus 2 the whole square equal to square root of 1 minus -1 2 square plus 3 minus 2 1 square equal to square root of 4 plus 1 equal to square root of 5. Distance formula. ഏതെങ്കിലും രണ്ട് വ്യത്യസ്ത പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ എയും ബിയും അല്ലെ പിയും ക്യൂവും അല്ലെ എക്സും വൈയും ഒക്കെ തന്നു കഴിഞ്ഞാൽ പി ക്യു എ ബി എക്സ് വൈ ഒക്കെ കാണാൻ x1 y1 x2 y2 എന്ന് ആദ്യത്തെ പോയിൻ്റ് എടുക്കുക. രണ്ടാമത്തെ പോയിൻ്റ് x1 y1 x2 y2, ആദ്യത്തെ പോയിൻ്റ് x1 y1 എന്നും രണ്ടാമത്തെ പോയിൻ്റ് x2 y2 എന്നും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല root of x2 minus x1 the whole square plus y2 minus y1 the whole square.
distance formula. Next, section formula. Section formula. When consider a line segment AB and coordinates of A x1 y1 and B x2 y2. If a point P xy, then if x1 y A x1 y1 and B x2 y2 are the coordinates of line segment AB. Line segment AB. The point P divides. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, M1 എന്നും M2 എന്നും. പോയിന്റ് പി, the point P divides line segment AB into two parts. Point PXY, ഇവിടെ coordinates XY, into two parts. ഇന്റേണലായിട്ടാണല്ല ഡിവൈഡ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ അല്ല, ബാക്കിയായിട്ടല്ല. ഇന്റേണലി in the ratio M1 is to M2. In the ratio M1 is to M2. That is AP equal to M1 and AP equal to M1 and PB equal to M2. Then consider a line segment AB, A x1 y1 and B x2 y2. Then a point P divides AB ഇന്റേണലായിട്ടാണ്, ഇതൊരു വെളിയിലല്ല, എക്സ്റ്റേണൽ ആണെങ്കിൽ ഇതിന് വെളിയിലോട്ട് വരും. ഇന്റേണൽ ഡിവിഷനാണ്. പി ദ പോയിന്റ് പി എക്സ് വൈ ഡിവൈഡ്സ് ദ സ്ട്രെയിറ്റ് ലൈൻ എ ബി internally in the ratio M1 is to M2. Then the coordinates of XY, അതാണ് coordinates of PXY. PXY is നോക്കാം, M1 x2 plus M2 x1 divided by M1 plus M2. അത് x കോർഡിനേറ്റ്. ഇനി y കോർഡിനേറ്റ് M1 y2 plus M1 M2 y1 divided by M1 plus M2. This is section formula. Section formula in coordinate geometry. First distance formula പഠിച്ചു. If A x1 y1 and B x2 y2 are the two points joining line segment AB, then the distance formula AB, distance AB equal to square root of x2 minus x1 the whole square plus y2 minus y1 the whole square. Then next section formula അതൊന്നും കൂടെ നോക്കാം. Section formula. Here consider a line segment AB. എയുടെ കോർഡിനേറ്റ് x1 coordinates x1 y1 and ബിയുടെ coordinates x2 y2. Then a point P xy divides this line segment into two parts. Divides this line segment internally. ഇതിനുള്ളിലാണ്, അതുകൊണ്ട് ഇന്റേണൽ ആണ്. ഇതിൻ്റെ വെളിയിലോട്ടാണ് വന്നെങ്കിൽ എക്സ്റ്റേണൽ ഡിവിഷൻ ആണ്. ഇവിടെ in the ratio P divides AB in the ratio internally AB in the ratio M1 is to M2. That is if A x1 y1 and B x2 y2 are the coordinates of a
line segment AB and a point P divides this line segment AB, divides this line segment AB. ഈ ലൈൻ സെഗ്മെന്റ് എ ബിയെ പി എന്ന് പറയുന്ന പോയിന്റ് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഇവിടെ ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് എ ബി ഇന്റേണലി, ഇതിനുള്ളിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഇന്റേണലി ഏത് റേഷ്യോ ഇല്ലേ, ഇൻ ദ റേഷ്യോ m1 is to m2, then the coordinates of P ഇന്റേണലായിട്ട് ഈ എ ബിയെ ഡിവൈഡ് ചെയ്യുന്ന x1 y1 b x2 y2 രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് എ ബിയെ പി എന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു. പി എന്ന പോയിന്റ് ഇന്റേണലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു റേഷ്യോ m1 is to m2. അങ്ങനെയായാൽ ആ എക്സിൻ്റെ പി എക്സ് വൈയുടെ, അതായത് എക്സ് വൈ പി കോർഡിനേറ്റ്സ് ഓഫ് പി ഈസ്, ദാറ്റ് ഈസ് കോർഡിനേറ്റ്സ് ഓഫ് പി ഏതാ വരുക നോക്കാമല്ലോ. പി ഈസ് m1 x2 plus m2 x1 divided by m1 plus m2, അതാണ് എക്സ് കോർഡിനേറ്റ്. ദെൻ y കോർഡിനേറ്റ് നോക്കാം. m1 y2 plus m2 y1 divided by m1 plus m2. Then once more section formula. ഇവിടെ a x1 y1 b x2 y2 ഒരു ലൈൻ സെഗ്മെന്റിനെ p xy എന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു ഇന്റേണലായിട്ട്, ഇതിൻ്റെ ഉള്ളിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻ ദ റേഷ്യോ, ഇന്റേണലി ഇൻ ദ റേഷ്യോ, ഏത് റേഷ്യോ, ratio m1 is to m2, then the coordinates of section formula, coordinates of pxy is m1 x coordinate m1 x2 plus m2 x1 by m1 plus m2, and y coordinate is m1 y2 plus m2 y1 divided by m1 plus m2. Then first formula is distance formula. Second formula, the point P divides the line segment AB internal in the ratio m1 is to m2. Next, consider a line segment AB and P divides externally. ഇവിടെ a x1 y1 b x2 y2. ആദ്യം നമ്മൾ പഠിച്ച ഇന്റേണൽ ഡിവിഷൻ, ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ്റ്റേണൽ, ഇതിന് വെളിയിലാണ് വരുന്നത്. അത് m1ഉം ഈ ഡിസ്റ്റൻസ് m2. അങ്ങനെയാണെങ്കിൽ if a x1 y1 and b x2 y2 are the coordinates of a straight line segment joining AB, that is joining A and B, line segment AB, and a point P divides line segment AB externally in the ratio m1 and m2. m1 is to m2. That is if the point P divides the line segment AB, external division ആണ് ഇവിടെ. ആദ്യം പറഞ്ഞ internal division. Externally in the ratio m1 is to m2, then the coordinates of P is m1 x2 minus m2 x1 by m1 minus m2 x coordinate.
m1 y2 minus m2 y1 by m1 minus m2. എക്സ്റ്റേണൽ ഡിവിഷൻ വരുമ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ മൈനസാണ് വരുന്നത്, പ്ലസ് അല്ല എക്സ്റ്റേണൽ ഡിവിഷൻ വരുമ്പോൾ. സെക്ഷൻ ഫോർമുല: if a point pxy divides line segment AB, that is ax1 y1 and bx2 y2 and pxy in the externally divide ചെയ്യുന്നു. പോയിന്റ് പി ഇത് വെളിയിലാണല്ലോ, എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന് വെളിയിലാണ്, എക്സ്റ്റേണൽ ഡിവിഷൻ ആണ്. ഇൻ ദ റേഷ്യോ m1:m2, then the coordinates of p is x coordinate is m1x2 minus m2x1 by m1 minus m2. Y coordinate is m1y2 minus m2y1 divided by m1 minus m2. Once more, section formula: if a point P divides line segment AB, where A is x1 y1 and B is x2 y2, line segment joining A x1 y1 and B x2 y2, then the point P divides ഇതിന് വെളിയിലാണ്. Externally the line segment AB, P divides the line segment AB externally in the ratio m1:m2. Then the coordinates of P, external division m1:m2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പം പിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഫോർമുല, സെക്ഷൻ ഫോർമുല: m1x2 minus m2x1 divided by m1 minus m2, and y coordinate is m1y2 minus m2y1 divided by m1 minus m2. ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു, സെക്കൻഡിൽ സെക്ഷൻസ് ഫോർമുല പഠിച്ചു. സെക്ഷൻ ഫോർമുല: ഒരു പോയിന്റ് പി സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് എ ബിയെ ഇന്റേണൽ ഡിവിഷൻ ഇൻ ദ റേഷ്യോ m1:m2, എക്സ്റ്റേണൽ ഡിവൈഡ്സ് പോയിന്റ് പി ഡിവൈഡ്സ് എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ m1:m2. അത് അത്രയും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് മിഡ് പോയിന്റ് ഫോർമുല. മിഡ് പോയിന്റ് ഫോർമുല: if ax1 y1 and bx2 y2 are the points joining line segments. ലൈൻ സെഗ്മെന്റ് അറിയാമല്ലോ, ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് എൻ പോയിന്റ്സ് കാണും. ലൈൻ ആണെങ്കിൽ എൻ പോയിന്റ് കാണില്ല, റേ ആണെങ്കിൽ ഒറ്റ എൻ പോയിന്റ് കാണും, ഒന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഈ ax1 y1 and bx2 y2 are the points joining the line, are the n points joining the line segment AB, then the midpoint, and P is the midpoint of AB. That is, ഒരു AB സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. ax1 y1 bx2 y2, P ഇതിൻ്റെ നേരെ മധ്യത്തിൽ pxy. അങ്ങനെയാണെങ്കിൽ ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ സെഗ്മെന്റ് എ ബി, ലൈൻ സെഗ്മെന്റ് എ ബിയുടെ മിഡ് പോയിന്റ്സ്, അതിൻ്റെ കോർഡിനേറ്റ്സ് x1 plus x2 by 2 and y1 plus y2 by 2. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 plus x2 by 2 മിഡ് പോയിൻറ്റിൻ്റെ. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 plus y2 by 2. This formula is known as midpoint formula. Consider a line segment AB, ax1 y1 and bx2 y2 are the endpoints of a line segment AB. That is, a line segment joining ax1 y1 and bx2 y2. That is line segment AB, and P is the midpoint of that line segment AB. Then the coordinates of that midpoint, that is midpoint of AB, is x1 plus x2 by 2 and y1 plus y2 by 2. This formula is known as midpoint formula. Midpoint formula.
In smaller classes we have studied area of a triangle equal to half into base into altitude, half base into height. ഇത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. If A x1 y1 B x2 y2 C x3 y3 are the vertices of a triangle ABC, then area of a triangle, അതിൻ്റെ ഫോർമുല കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് ഇത് പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 minus y2. If A x1 y1 B x2 y2 C x3 y3 are the vertices of a triangle ABC, then the in coordinate geometry, then the area of triangle ABC is half into x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി പറയാം. ആദ്യത്തെ ടേം മാത്രം ഓർത്തിരുന്നാൽ മതി. x1 ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3. ഇത് ഓർക്കാനും 1 2 3 ഓർത്താൽ മതി. x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് ഇത് സൈക്ലിക് റൊട്ടേഷനിൽ പോകും. 1 2 3 1 2 ആകും, 2 3 ആകും, 3 1 ആകും, പിന്നെ 1 2 ആകും, 2 3 ആകും, 3 1 ആകും. അപ്പോൾ ഇവിടെ ഇത് മാത്രം ഓർത്തിരുന്നാൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത x1 ഇൻറ്റു അടുത്ത x1 എന്തോ ആകും, 2 ആകും, y2 2 3 ആകും, 3 1 ആകും. ഞാൻ സൈക്ലിക് റൊട്ടേഷൻ ഓർത്തിരുന്നാൽ മതി. പ്ലസ് ഇനി x1 ഇവിടെ x2 അടുത്ത x3 വരും. x3 1 2 3 ഇൻറ്റു ഇവിടെ 3 എന്തോ ആകും, 1 ആകും, മൈനസ് 1 2 ആകും. ആ സൈക്ലിക് റൊട്ടേഷൻ ഓർത്തിരുന്നാൽ എളുപ്പമാണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാവിംഗ് vertices A x1 y1 B x2 y2 C x3 y3 is area of a triangle ABC is half x1 into y2 minus y3. ഇത് ഓർത്തിരുന്നാൽ മതി, ബാക്കി എഴുതാൻ എളുപ്പമാണ്. x1 അടുത്ത x2 അടുത്ത x3 വരും. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ഇത് 1 2 3 സൈക്ലിക് റൊട്ടേഷൻ 1 2 2 3 3 1 പിന്നെ 1 2. അപ്പോൾ ഇവിടെ x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x1 അടുത്ത x2 ആകും. x2 ഇൻറ്റു ഈ 2 എന്തോ ആകും, 3 ആകും ഈ റൊട്ടേഷൻ വെച്ചിട്ട്, മൈനസ് 3 1 ആകും, y3 മൈനസ് y1 പ്ലസ് x1 x2 ആയി അടുത്ത x3 ഇൻറ്റു 3 1 ആകും, 1 2 ആകും. നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു 3 പോയിൻറ്റ്സ് തന്നിട്ട് ആ പോയിൻറ്റ്സ് കൊളീനിയർ ആണ് തെളിയിക്കാൻ വേണ്ടി. Prove that A, B, C are collinear. Collinear means these points A, B and C are in a same line. സെയിം ലൈൻ, ഒറ്റ ലൈനിലായിരിക്കും ആ 3 പോയിൻറ്റ്സും ഒരേ ലൈനിലായിരിക്കും. അതിനാണ് കൊളീനിയർ എന്ന് പറയുന്നത്. കൊളീനിയർ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ആ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ഇപ്പോൾ ABC ആണ് പോയിൻറ്റ്സ് എങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു 0 എന്ന് തെളിയിച്ചാൽ മതി. അതായത് ഹാഫ് x1 ഇൻറ്റു
നമ്മൾ പഠിച്ചു ഫോർമുല y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇതിൻ്റെ വാല്യൂ കാണുക. അത് 0 ആണെന്ന് തെളിയിച്ചാൽ മതി. ഏരിയ 0 ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ ABC കൊളീനിയർന്ന് അത് ഒരേ ലൈനിലാണത് ലൈ ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യാം. Once more, to prove that 3 points are collinear, if 3 points are given, then we find out area of that triangle, and using this formula, half x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. അത് 0 ആണെന്ന് തെളിയിച്ചാൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ 0 ആണെന്ന് തെളിയിച്ചാൽ ആ പോയിൻറ്റ്സ് കൊളീനിയർ ആണ്. തെളിയിക്കുന്നതിന് അങ്ങനെ ചെയ്താൽ മതി. കോർഡിനേറ്റ് ജോമെട്രി. ഫസ്റ്റ് പാർട്ട് ഞാൻ എടുത്തായിരുന്നത് പാർട്ട് 2. പാർട്ട് 2 1 recollecting the points, distance formula. That is, if x1 y1 and x2 y2 are the points joining AB, then the distance formula is root of x2 minus x1 the whole square plus y2 minus y1 the whole square. നെക്സ്റ്റ് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല രണ്ടുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ഡിവിഷനും ഒന്ന് എക്സ്റ്റേർണൽ ഡിവിഷനും. ഇഫ് A x1 y1 and B x2 y2, the points joining AB and the point P എന്ന് പറയുന്ന പോയിന്റ് divides AB internally in the ratio m1 is to m2, then coordinates of P is m1 x2 plus m2 x1 by m1 plus m2, comma m1 y2 plus m2 y1 divided by m1 plus m2. ഇത് P എന്ന് പറയുന്നത്, അതായത് ഇത് ലൈൻ സെഗ്മെൻറ്റ് AB P എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റേർണൽ, ഇതിനുള്ളിലായതുകൊണ്ട് ഇൻറ്റേർണൽ ഡിവിഷനാണ്. m1 is to m2 ആണെങ്കിൽ ആ കോർഡിനേറ്റ്സ് ഓഫ് സെക്ഷൻ ഫോർമുല കോർഡിനേറ്റ്സ് ഓഫ് P m1 x2 plus m2 x1 by m1 plus m2, comma m1 y2 plus m2 y1 by m1 plus m2. Next, സെക്ഷൻ ഫോർമുല തന്നെ എക്സ്റ്റേണൽ ഡിവിഷൻ. ഇൻറ്റേർണൽ ഡിവിഷനാണ് പറഞ്ഞത്, എക്സ്റ്റേണൽ ഡിവിഷൻ. സെക്ഷൻ ഫോർമുല എക്സ്റ്റേണൽ ഡിവിഷൻ. അത് നമുക്ക് ഫിഗറിൽ കൂടെ നോക്കാം. എ ബി, ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് എ ബിയുടെ വെളിയിലാണ്, എക്സ്റ്റേണൽ ഡിവിഷനാണ്. ഇത്രയും ഡിസ്റ്റൻസ് m1, ഇത് m2. Then if
Ax1 y1 and Bx2 y2 are the points joining line segment AB segment AB. And if a point P divide ചെയ്യുന്നുണ്ട്, P divides line segment AB, വെളിയിലാണ്, ഇത് എക്സ്റ്റേണൽ ഡിവിഷനാണ്. Externally in the ratio M1 is to M2, വെളിയിലാണ് ഡിവിഷൻ. പി എന്ന് പറയുന്ന പോയിന്റ്, മറ്റേത് അകത്തായിരുന്നു. Then the coordinates of P, എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? ഈസ് M1x2 മൈനസ് M2x1 divided by M1 minus M2, M1y2 minus M2y1 divided by M1 minus M2. If a point P divides the line segment AB externally, P എന്ന് പറയുന്ന പോയിന്റ് ഈ എ ബിക്ക് പുറത്താണ്, in the ratio M1 is to M2, it is AP equal to M1 and BP equal to M2, then the coordinates of P is M1x2 minus M2x1 by M1 minus M2 and M1y2 minus M2y1 by M1 minus M2. എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് എ ബിയെ എക്സ്റ്റേണലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇൻ ദ റേഷ്യോ M1 is to M2 and the coordinates of P are M1x2 minus M2x1 by M1 minus M2, M1y2 minus M2y1 by M1 minus M2. And distance formula, section formula, internal division, external division. The point at straight line internal division M1 is to M2, external division point P divides AB M1 is to M2. Formula പഠിച്ചു. Next, midpoint formula. Then if x1 y1 and x2 y2 are the endpoints of a line segment AB, of a line segment AB. ലൈൻ സെഗ്മെന്റ് എ ബിയുടെ എൻഡ്പോയിൻറ്റ്സ് x1 y1 x2 y2 ആയാൽ, അതായത് x1 y1 ഒരു എൻഡ്പോയിൻറ്റ്, x2 y2 വേറെ എൻഡ്പോയിൻറ്റ്, അതിൻ്റെ മിഡ് പോയിന്റ് പി ആണെന്നിരിക്കട്ടെ. ആൻഡ് പി ഈസ് ദ അതിൻ്റെ നേരെ മധ്യത്തിലുള്ള രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. മിഡ് പോയിന്റ് ഓഫ് എ ബി, then the midpoint P കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് x1 plus x2 by 2 and y1 plus y2 by 2. This is midpoint formula. If A x1 y1 and B x2 y2 are the endpoints of a line segment AB, then P xy is the midpoint of that line segment. Then the coordinates of midpoint A are x1 plus x2 by 2 and y1 plus y2 by 2. X coordinate x1 plus x2 by 2, y coordinate y1 plus y2 by 2. This formula is known as midpoint formula. Midpoint കാണാൻ midpointന്റെ x coordinate x1 plus x2 by 2, y coordinate y1 plus y2 by 2. Next, area of a triangle.
സാധാരണ പഠിച്ചിട്ടുണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ഈ x1 y1 b x2 y2 and c x3 y3 are the vertices, vertexന്റെ plural, vertices of triangle ABC. ട്രയാങ്കിൾ ABC യുടെ വെർട്ടെക്സുകൾ A x1 y1 B x2 y2 and C x3 y3 are the vertices of triangle ABC. Then area of അന്നേരം കോർഡിനേറ്റ് ജിയോമെട്രിയിലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC യുടെ ഏരിയ കാണാൻ ഉള്ള ഫോർമുല ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു ഹാഫ് ഇട്ടിട്ടൊരു വലിയ ബ്രാക്കറ്റ് x1 ഇൻറ്റു y2 മൈനസ് y3. അത് മാത്രം ഓർത്തിരുന്നാൽ ബാക്കി സൈക്ലിക് റൊട്ടേഷനിൽ വരും. x1 കഴിഞ്ഞാൽ പിന്നെ x2 1 2 ആകും. ഇവിടെ ബ്രാക്കറ്റിലുള്ളത് 2 3 ആണ്. 1 2 3 1 2 ആകും, 2 3 ആകും, 3 1 ആകും. ആ സൈക്ലിക് റൊട്ടേഷൻ നോക്കിയാൽ മതി. y2 എന്താകും 2 3 ആകും, മൈനസ് 3 1 ആകും, പ്ലസ് അടുത്ത x3 ഇൻറ്റു 3 1 ആകും, y1 മൈനസ് y2. അത്രയും സ്ക്വയർ യൂണിറ്റ്സ് എന്താണെന്നോ അത് ഏരിയ. If A x1 y1 B x2 y2 and C x3 y3 are the vertices of a triangle ABC, then the area of that triangle ABC is half into x1 into y2 minus y3 plus x2 into x1 x2 ആകും. 2 3 എന്നുള്ള 3 1 ആകും, 2 3 ആകും, 3 1 ആകും, y3 minus y1 plus x3 into y1 minus y2. Area of a triangle. Formula for area of a triangle in coordinate geometry. Half into x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരാം. ഇതെല്ലാം ഫോർമുല, ഈ ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ട് ആക്കണം. വേറൊരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എ ബി സി ആർ കൊളീനിയർ. 3 പോയിൻറ്റ്സും തരും, ഇത് കൊളീനിയർ ആണെന്ന് തെളിയിക്കണം എന്ന് പറയും. അപ്പോൾ എ x1 y1 ജനറലായിട്ട് എടുക്കുക, ബി x2 y2 ആൻഡ് സി x3 y3. നേരം കൊളീനിയർ ആണെന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഏരിയ 0 ആണെന്ന് തെളിയിച്ചാൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC 0 ആണെന്ന് തെളിയിച്ചാൽ മതി. കൊളീനിയർ മീൻസ് these 3 points lie in a same line, ഒറ്റ ലൈനിലായിരിക്കും ABC. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC 0 ആണെന്ന് തെളിയിച്ചാൽ മതി. ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ് ABC ആർ കൊളീനിയർ. ഇത് 3 പോയിന്റ്സ് ഒരു ലൈനിലാണ് കിടക്കുന്നത് തെളിയിക്കാൻ വേണ്ടി ഇത് തെളിയിച്ചാൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഫോർമുല എഴുതുക. ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2 ഈക്വൽ ടു 0 എന്ന് തെളിയിച്ചാൽ മതി. 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ പോയിൻറ്റ്സ് നമ്മൾ കൊളീനിയർ ആണെന്ന് തെളിയിച്ചു. ഈ ഫോർമുല എല്ലാം നിങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ തയ്യാറാക്കി സ്റ്റഡി റൂമിൽ സൂക്ഷിക്കണം. നല്ല കളർഫുൾ സ്കെച്ചൊക്കെ കൊടുത്ത് എപ്പോഴും എല്ലാ ദിവസവും ഈ ഫോർമുല എഴുതി നോക്കണം. നേരം ബൈഹാർട്ടാകും. ഈ ഫോർമുല ബൈഹാർട്ടായാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഫോർമുലാസ് എല്ലാം ബൈഹാർട്ടാക്കി വെക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് ഫോർമുലാസ് എല്ലാം ചാർട്ട് പേപ്പറിൽ തയ്യാറാക്കിയിട്ട് സ്റ്റഡി റൂമിൽ വെക്കുക. നല്ല ഭംഗിയായിട്ട് എല്ലാ ദിവസവും എഴുതി പഠിക്കുക. ദിവസവും റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഫോർമുല ഒരു കാലത്തും നമ്മൾ മറക്കില്ല. പിന്നെ ആ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് ഏത് പ്രോബ്ലവും ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് നല്ല ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇടാവുന്നതാണ്. അതനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.